സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി തുടങ്ങിയ അക്ഷയ കേന്ദ്രങ്ങൾ വരുമാനമില്ലാതെ അടച്ചിടേണ്ട സ്ഥിതിയിലാണ്. 7 വർഷമായി സേവന നിരക്കിൽ മാറ്റമില്ലാതെ വന്നതോടെ അക്ഷയ കേന്ദ്രം ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രം വാങ്ങി പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. IT മിഷന്റെ കീഴിൽ 2002 അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. 2018 അക്ഷയ കേന്ദ്രങ്ങൾക്ക് സേവന നിരക്ക് നടപ്പിലാക്കിയത്. 2 വർഷത്തിലൊരിക്കൽ ഫീസ് പുതുക്കി നിശ്ചയിക്കുമെന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും പിന്നീട് കൂട്ടിയില്ല. 2015 അതായത് അന്നത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അന്ന് നിലവിൽ വന്ന റേറ്റ് ചാർട്ട് ആണ് ഇപ്പോഴും നിലവിലായി തുടരുന്നത്. കാലാകാലങ്ങളായി നികുതി വർധന പല നികുതി വസ്തുനികുതി ആയാലും വീടിൻ്റെ കെട്ടിട നികുതി ആയാലും ഒക്കെ വർദ്ധിച്ചെങ്കിലും പക്ഷേ അക്ഷയക്കാരുടെ സേവന നിരക്ക് മാത്രം ഇതുവരെയായിട്ട് വർദ്ധിച്ചിട്ടില്ല. നിരക്ക് തീരുമാനിച്ചപ്പോൾ ഒരു പാക്കറ്റ് പേപ്പറിന് 160 രൂപയായിരുന്നു. ഇപ്പോൾ 300 വരെയായി. വൈദ്യുതി, ഇന്റർനെറ്റ് ചാർജ്, കെട്ടിട വാടക, ജീവനക്കാരുടെ വേതനം, പ്രിന്ററിനുള്ള മഷി എന്നിവയിലുൾപ്പെടെ വലിയ വർധനവുണ്ടായി. ഇതിൻ്റെ മുതൽ മുടക്കിയതും അക്ഷയ സംരംഭം നടത്തിക്കൊണ്ടുവരുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത് അക്ഷയ സംരംഭകരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ്. അതിന് യാതൊരുവിധ സഹായം ഒന്നും തന്നെ സർക്കാർ ലെവലിൽ അക്ഷയ സംരംഭകർക്ക് ലഭിക്കുന്നില്ല. പോലീസ്, മോട്ടോർ വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ മിക്ക വകുപ്പുകളിലെയും സേവന നിരക്കുകൾ സർക്കാർ കൂട്ടിയിട്ടും അക്ഷയയിലെ നിരക്കുകൾ വർദ്ധിപ്പിച്ചില്ല. ഇവർ ഇന്നലെ മുതൽ കാസർഗോഡ് മുതൽ യാത്ര ചെയ്തിട്ട് ഈ തിരുവനന്തപുരത്ത് ഈ IT മിഷന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവരാണ്. ഈ IT മിഷനും സർക്കാർ കൃത്യമായി ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട ചുമതലയുണ്ട് ഇവർക്ക്. അക്ഷയ സംരംഭകർ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.